ലളിതാംബിക അന്തർജനത്തിന്റെ 38ാം ഓർമ്മ ദിനമാണിന്ന്. അസാമാന്യമായ ധീരതയോടെ സ്വന്തം സമുദായത്തിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എഴുത്തിലൂടെ പുറം ലോകത്തെ അറിയിച്ച യഥാർത്ഥ വിപ്ലവകാരിയായിരുന്നു ലളിതാംബിക അന്തർജനം. പുരുഷാധികാരത്തിന്റെ ഇരകളായി നമ്പൂതിരി ഗൃഹങ്ങളുടെ അകത്തളങ്ങളിൽ അടിമകളെപ്പോലെ കഴിഞ്ഞിരുന്ന അന്തർജനങ്ങളുടെ ദുഃഖാനുഭവങ്ങളായിരുന്നു ലളിതാംബിക അന്തർജനത്തിന്റെ രചനകൾ. നിശിതമായ കലാപസ്വരം ആ കഥകളിലുണ്ടായിരുന്നു. പീഡിത സ്ത്രീത്വത്തിന്റെ സമരസ്വരവും സഹനമുഖവും ആവിഷ്കരിച്ചു. സ്ത്രീ ജീവിതത്തിന്റെ അഗാധ വ്യഥകളും രോഷവും ജ്വലിച്ചുരുകി ഉരുവം കൊണ്ട ശില്പമായിരുന്നു അഗ്നിസാക്ഷി എന്ന നോവൽ. സംവിധായകൻ ശ്യാമപ്രസാദ് അഗ്നിസാക്ഷിയുടെ ചലച്ചിത്രാവിഷ്കാരം ഒരുക്കി. ഒരു ജാതിയുടെയോ ഒരു മതത്തിന്റെയോ ഒരു സമുദായത്തിന്റെയോ ആളല്ല ഞാൻ. നൂറ്റാണ്ടുകളായി മർദ്ദനം അനുഭവിക്കുന്ന സ്ത്രീവർഗത്തിന്റെ മുഴുവൻ പ്രതിനിധിയാണ്. മൂടുപടം നീക്കി മുമ്പിൽ നിൽക്കുന്ന ഈ സത്യത്തെ നോക്കി നിങ്ങൾക്ക് ശപിക്കുകയോ അനുഗ്രഹിക്കുകയോ ചെയ്യാം. പക്ഷേ ഞങ്ങളുടെ ഈ ദുഃഖഭാരം നിങ്ങളുടെ തന്നെ സൃഷ്ടിയാണെന്ന് ഓർമ്മ വേണം. ഗാന്ധിയുഗത്തിന്റെ ജീവിതാദർശവും മൂല്യവിവേകവും എഴുത്തുകാരിയെ ഗാഠമായി സ്വാധീനിച്ചിരുന്നു. ജാതിമത സീമകൾക്കപ്പുറം, കീഴാള മേലാള വേർതിരിവുകൾക്കുമപ്പുറം മനുഷ്യർ മാനവികതയുടെയും സ്നേഹശക്തിയുടെയും പ്രതീകമാകണമെന്ന് ലളിതാംബിക അന്തർജനം വാദിച്ചു. അഗ്നിസാക്ഷിക്ക് പ്രഥമ വയലാർ അവാർഡും കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളും ഓടക്കുഴൽ പുരസ്കാരവും ലഭിച്ചു. കാലത്തെ അതിജീവിച്ചുകൊണ്ട് ലളിതാംബിക അന്തർജനത്തിന്റെ രചനകൾ ഇന്നും വായനക്കാരിലൂടെ ജീവിക്കുന്നു. റിസർച്ച് ഡെസ്ക് 24.